ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ലാസ്റ്റ് ഇട്ട പ്രസവം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തെന്നുള്ള വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് രണ്ട് കമൻറ്റുകളും കണ്ടു കേട്ടോ. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് അത്രയും നീട്ടി വലിച്ച് കമൻറ്റ് ഇടാനായിട്ട് പറ്റാത്തതുകൊണ്ട് അതും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അടുക്കളേൻ്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ വെളിച്ചം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ എടുത്തൊരു വീഡിയോ എന്നല്ല കേട്ടോ. ഏകദേശം ഒരു 10 മണി 11 മണി ആയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. ആ സമയത്താണ് കേട്ടോ ഞാൻ ഉണർന്നിട്ട് അടുക്കളയ്ക്ക് വരാം. നമ്മൾ ഒറ്റപ്പേരക്കാരാകുമ്പോൾ നമുക്ക് ആരും ചീത്ത പറയാനോ ഒക്കെ മുഖം കറുപ്പിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുമ്പോൾ എണീറ്റാൽ മതി. ഇതിപ്പോൾ 30-40 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. കുട്ടിക്ക് തൂക്കൊക്കെ വെച്ചു, കുട്ടീനെ തേച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തേച്ച് കുളി ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ സ്വിച്ച് ബോർഡൊക്കെ ജാമ്പവാൻ കാലത്തുള്ള സ്വിച്ച് ബോർഡാണ് കേട്ടോ. വീടെടുക്കുന്ന സമയത്ത് ആരോ ഒരാൾ വീടൊക്കെ പൊളിച്ചപ്പോൾ അവരെ സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങോട്ട് തട്ടിയതാണ്. അതെടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ ഇവിടെ വെച്ചു. അതിപ്പോൾ പെർമനൻ്റ് ആയ മട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പൈസ ഒക്കെ ആയിട്ട് വേണം സ്വിച്ച് ബോർഡും പല കാര്യങ്ങളും വീട്ടിൽ ചെയ്യാനുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞാൻ 40 കുളി അങ്ങനത്തെ ഒരു കുളിയൊന്നും ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴാണോ നിഫാസിൻ്റെ രക്തം നിന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾ ശുദ്ധിയായി കുളിച്ചിട്ട് നിസ്കരിക്കാനായിട്ട് തുടങ്ങണം. അല്ലാതെ 40 ഇതേ ഒരിക്കലും കാത്തു നിൽക്കരുത്. ഞാൻ 40 കുളി കുളിച്ചിട്ടുമില്ല, പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് എനിക്കതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. അതൊക്കെ നമ്മളെ നാട്ടു നടപ്പാണ്, അതൊന്നും ഇസ്ലാമികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. രക്തം എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോൾ ശുദ്ധിയായിട്ട് കുളിക്കുക. അതിന് 40 വരെ കാത്തുകണ്ട യാതൊരു ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നൊരു കാര്യം, ഞാൻ രാവിലെ തന്നെ കുറേ വെള്ളം തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിലാക്കി വെക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ബാത്റൂം പോകേണ്ട ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ കുട്ടിക്കിനെ കഴുകേണ്ട ആവശ്യം വരുമ്പോഴും കുട്ടി അപ്പിയൊക്കെ ഇടുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കഴുകേണ്ട ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് കുറഞ്ഞ വെള്ളം എടുത്തിട്ട് സാധാ നോർമൽ വെള്ളം കൂടി കുട്ടി മിക്സ് ആക്കിയിട്ട് ചെറിയ ചൂടുവെള്ളമാക്കിയിട്ടാണ് കുട്ടീനൊക്കെ കഴുകി കൊടുക്കാറ്. എപ്പോഴാണ് എണീറ്റ് വരുന്നത് അപ്പോൾ ഞാൻ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങാൻ കേട്ടോ. അതുകൊണ്ടാണ് ഈ 10 മണി 11 മണിക്കൊക്കെ വീണ്ടും എണീക്കുന്നത്. എനിക്ക് പാല് കുറവായത് കാരണം കുട്ടി നല്ലപോലെ ഒന്നും രാത്രി ഉറങ്ങുന്നില്ല. അതെൻ്റെ 3 പ്രസവത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. 3 കുട്ടികൾക്ക് ഒട്ടും പാല് കിട്ടൂല. എൻ്റെ ശരീരം അങ്ങനെ ഒരു ശരീരം തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും ഫുഡ് എന്താ പറയുക സ്പെഷ്യലായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പാല്. അല്ലാതെ സാധാരണമാർക്ക് കുറേ ചോറും കുറച്ച് കറി മീനും അതും ഇതൊക്കെ തിന്നുകയെന്നുണ്ടെങ്കിൽ ഒട്ടും പാലുണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ശരീരമാണ് എൻ്റേത്. അപ്പം ഞാനതാ പറഞ്ഞത്, ചോറ് ഞാൻ വളരെ കുറവേ കഴിക്കാറുള്ളൂ എന്ന്. അതുകൊണ്ട് കുറച്ചൊക്കെ പാലുണ്ട്, പക്ഷേ കുട്ടിക്കാണെങ്കിൽ അത് തികയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോർമുല മിൽക്കൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടിക്ക്. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാൻപ്രോ എന്ന് പറഞ്ഞ ഒരു ഫോർമുല മിൽക്കാണ് കേട്ടോ കൊടുക്കുന്നത്. രണ്ടാമത്തെ പ്രസവത്തിന് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒട്ടും പാലുണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടായത്. അതുകൊണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഒട്ടും പാലില്ല. ഓരോ സാധനങ്ങൾ ഇങ്ങനെ തിന്നിട്ടാണ് പാലൊക്കെ ഉണ്ടായത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല പോലെ തന്നെ തടിച്ചിട്ടും ഉണ്ടായിരുന്നു. ആ തടിക്കൊന്ന് പേടിച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കി തിന്നാനും ഒരു പേടിയിട്ട് എനിക്ക്. ഇനിയിപ്പോൾ എങ്ങാനും തടി കൂടിയിട്ടുണ്ടെങ്കിൽ 110 കിലോനൊക്കെ ആയാലോ എന്ന് പേടിച്ചിട്ട്. ഇപ്പം തന്നെ ഓൾറെഡി 85 കിലോനുണ്ട്. ഈ പ്രസവം കഴിഞ്ഞിട്ട് തന്നെ ഒരു മാസമൊക്കെ ആയപ്പോൾ തന്നെ 85 കിലോനുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ചോറ് ഒരു സ്പൂൺ തിന്നാൽ പോലും ഞാൻ തടിക്കൂട്ടെ. അങ്ങനെ ഒരു ശരീരമാണ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നല്ല ഫുഡിൻ്റെ വാസന അടിച്ചാൽ തന്നെ തടിക്കുന്നറിയില്ലേ, ആ ഒരു ടൈപ്പ് മനുഷ്യനാണ് ഞാൻ. പ്രിപ്പറേഷൻ ചെയ്ത് വെച്ച ഫുഡൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സ്റ്റോറേജ് ബോക്സുകളൊക്കെ നല്ല കഴുകിയിട്ട് വൃത്തിയാക്കി കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു ഏരിയ മാത്രമുണ്ട് എൻ്റെ അടുക്കളയിൽ ഒരു കൗണ്ടർ ടോപ്പായിട്ട്. ആ കാർപ്പറ്റ് ടൈൽസ് ഇട്ട ബാക്ക് നമ്മളെ പുകയില്ലാത്ത അടുപ്പും പിന്നെ വീതനപ്പുറമാണ് കേട്ടോ. കുറച്ച് നീളത്തിൽ കുറച്ച് സ്ഥലം കൂടി ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ അടുക്കളയിലുള്ള സൗകര്യം. പിന്നെയാണെങ്കിൽ അവിടേക്ക് തീരെ വെളിച്ചവും ഇല്ല കേട്ടോ. എപ്പോഴും നമ്മൾ രാവിലെ മുതൽക്ക് പണി കഴിയണവരെ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ വെളിച്ചമില്ലാത്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് ഈ സിങ്ക് വെച്ച് ഈ ഭാഗത്തേക്ക് ഒരു എല്ലാകൃതിയിൽ ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലാട്ടോ ഗ്യാസ് അടുപ്പൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യാറ്. ഇന്നിപ്പോൾ റാഗി കൊണ്ടുള്ളൊരു ദോശയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് നമ്മൾ ഈ പാലപ്പം ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കാറ്. നമുക്ക് അരിപ്പൊടിക്ക് പകരം രാഗിപ്പൊടി ഉപയോഗിച്ചു എന്ന് മാത്രം. ഇന്ന് പിന്നെ എൻ്റെ മോനെ ദർശനം വരുന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അവനെ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. എന്നും ഇങ്ങനെ 10 മണിയും 11 മണിയും ആവില്ലോട്ടോ എഴുന്നേൽക്കാനേ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ആവാറുള്ളൂ. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ആ ചിട്ടങ്ങളൊക്കെ കുറച്ചാണ് കുറയിട്ടോ. ഒന്നാമത് ഈ കുട്ടീൻ്റെ ഉറക്കം അനുസരിച്ചായിരിക്കും നമ്മളെ ഉറക്കവും നമ്മൾ എഴുന്നേൽക്കലൊക്കെ. ഒന്നെങ്കിൽ ഞാൻ ചായക്കടയൊക്കെ ഉണ്ടാക്കി അത് തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പോയി കിടന്നുറങ്ങും. അപ്പോൾ മറ്റേ മോൾ എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കിടന്നുറങ്ങുള്ളൂ. അവൾ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാനൊന്നും പറ്റൂല
കേട്ടോ. രണ്ടുപേരും ഉറങ്ങാണ്. എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും പോയി കിടന്നുറങ്ങും. പിന്നെ എനിക്ക് ക്ഷീണം ഉറക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ വരയ്ക്ക് തന്നെ പണിയെടുക്കാനായിട്ടും. പിന്നെ ഇക്ക രാവിലെ 6 മണിക്ക് തന്നെ പണിക്ക് പോട്ടെ. അതുകൊണ്ട് ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. ഇക്ക പോണ സമയത്ത് ഞാൻ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചുണർത്താറുമില്ല കേട്ടോ. ഇക്ക പിന്നെ കാണണല്ലേ രാത്രി കുട്ടി എണീറ്റ് കരയുന്നതൊക്കെ. ഇന്നിപ്പോൾ മോൻ വന്നോണ്ട് ചിക്കനും ബീഫൊക്കെ ആണ് കേട്ടോ. ഉച്ചക്ക് ബീഫിന്റെ ബിരിയാണി, രാവിലെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2-3 ഉരുളങ്ങയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. ചിക്കൻ കറി കൂട്ടുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ തെരഞ്ഞു കാണും, ഇതിലിപ്പോൾ ചിക്കൻ എവിടെ, അത് ഉരുളങ്ങയുടെ കറിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ചിക്കൻ കൊണ്ടുവന്നാലും ബീഫ് കൊണ്ടുവന്നാലൊക്കെ ഞാൻ അവന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കും കേട്ടോ. കാരണം അവനിങ്ങനെ നിന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫുഡൊന്നും കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ചോദിക്കുന്ന സമയത്തേ പറയുള്ളൂ ഫുഡ് ഇങ്ങനെ ചോറ് തിന്നാൻ പറ്റുന്നില്ല, എരിവാണ്, അങ്ങനെ ചെറുപയർ കറിയിലൊക്കെ കുറച്ച് ചെറുപയറൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കി വെള്ളമാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ കേൾക്കുമ്പോൾ സങ്കടമാവും. പക്ഷേ അള്ളാനെ തീ പഠിക്കാൻ വിട്ടതല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അവനക്കായാലും എനിക്കായാലും അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷമേലാണ് കേട്ടോ. മാസത്തിൽ ഒരു 3 ദിവസത്തെ ലീവിനാണ് അവൻ വരാറ്. വന്നിട്ട് പോണത് വരെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മുറ്റത്ത് നനക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ മതിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കാണുമെന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ കഥ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ അയൽവാസികളെ കുടുംബത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡും മക്കളും മാത്രമേ അറിയുള്ളൂ കേട്ടോ. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ കറിവേപ്പില ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തുകൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതെങ്ങനെ കുപ്പിയിലാക്കി വെക്കണ്ട. അപ്പോൾ മുറ്റത്തന്നെ കറിവേപ്പിൻ്റെ അതുകൊണ്ട് ഫ്രിഡ്ജിൽ എടുത്തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുപ്പിയിൽ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ട് അതിലിങ്ങനെ ഇട്ട് വെക്കും. 4 ദിവസം വരെയൊക്കെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലക്ക് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് ഉരുവാക്കഞ്ഞൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി തന്നെ. പിന്നെ തിരുമ്പലും തുടക്കലും അടിക്കലും ഒക്കെ ഇപ്പം ഞാൻ തന്നെ ഉണ്ട് എല്ലാ പണിയും ചെയ്യുക. ഉച്ചക്ക് നമുക്ക് ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു സൂപ്പായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഗർഭിണി ആയിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, ഒന്നാമത് തടി ഏറില്ലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല സൂപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള 2-3 പച്ചക്കറിയും ഒരു കോഴിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടകും ജീരകവും ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചക്കറി വേവിച്ചിട്ടെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കറി കൂട്ടിയിട്ട് ഗ്യാസുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി വെച്ചാൽ മതിട്ട് ഒരു നൂൽപ്പരുവത്തിൽ. നല്ല രസമാണ് കേട്ടോ ഉണ്ടാക്കി കുടിക്കുക. തടി ഏറുന്നുള്ള പേടിയൊന്നും വേണ്ട. ആദ്യമൊക്കെ ഞാൻ വെള്ളം കുടിക്കാൻ നല്ലപോലെ മടിയുള്ള ഒരാളായിരുന്നു. ഗർഭിണിയായിരുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം കുടിക്കില്ല, പ്രത്യേകിച്ച് പച്ചവെള്ളം. വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ നാരങ്ങ വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടിക്കും. അല്ലാതെ ഒരു പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ സാധനം തന്നെ എന്നെ കൊണ്ട് കുടിക്കാനായിട്ട് പറ്റൂല. ചെറിയ ചൂടുവെള്ളം കുടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെയൊക്കെ എണീറ്റിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ തേനൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാനായിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് വെള്ളം കൂടി ശീലമായി തുടങ്ങിയത്. വെള്ളം കുടിക്കാനുള്ള മടി കാരണമാണ് സൂപ്പൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയത്. കുറഞ്ഞ പച്ചക്കറി ഇട്ടുകാണ്ട് കൂടുതൽ വെള്ളമാക്കിക്കാണ്ടാണ് അന്നൊക്കെ ഞാൻ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചത്. ഇപ്പൊ പിന്നെ ശീലമായിട്ട് അപ്പം ഞാൻ എത്രയും പച്ചവെള്ളം വേണമെങ്കിൽ കുടിക്കും. ഇത് പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി കൂടുതലത്തിൽ ചോറിന് പകരമായിട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിശക്കും ഇല്ല, വെള്ളം കുടിക്ക് പകരമായും ചെയ്തു. ഹെൽത്തിയാണേ ചോറ് തിന്നേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തടിക്കൂല്ല. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പാലുണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തടി വെക്കുന്ന സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല. മെയിനായിട്ട് ചെറുപയർ നല്ല തേങ്ങ ഇട്ടിട്ട് കഴിക്കും. അതുപോലെ തന്നെ ഉലുവാക്കഞ്ഞിയും തേങ്ങ ഇട്ടിട്ട് കഴിക്കും. പിന്നെ റാഗി, അതിനിപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ടും പുട്ടുണ്ടാക്കിയിട്ടും ദോശാക്കിയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പയറുവർഗ്ഗങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് എങ്ങനെയായാലും റാഗിപ്പൊടി ഒരുപാട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുപോലെ ചീരയില, മുരിങ്ങയില, മത്തയില, ചിരങ്ങയില അങ്ങനത്തെ ഇലക്കറികൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും സൂപ്പാണെന്നുണ്ടെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും അതും ധാരാളം കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. പാല്, മുട്ട, നേന്ത്രപ്പഴം അതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 മാസം ഇതൊക്കെ കഴിച്ച് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ പാലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 8-9 മാസമൊക്കെ ആയപ്പോൾ പാലിങ്ങനെ കുറയാനായിട്ട് തുടങ്ങി. വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് ഞാൻ 2 മാസമൊക്കെ പൊടിപ്പാൽ കൊടുത്തു കുട്ടിക്ക് പൊടിയും കുറുക്കി കൊടുക്കും, ആട്ടുംപാലും കൊടുക്കും, അതുപോലെ തന്നെ മുലപ്പാലും കൊടുക്കും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ ആടുണ്ട് കേട്ടോ. അപ്പോൾ ആടൊക്കെ പ്രസവിച്ചതിന് ശേഷം പിന്നെ ഞാൻ ആട്ടുംപാലാണ് കൊടുത്തത് കുട്ടിക്ക്. ഇപ്പോൾ ഞാൻ ആട്ടുംപാലാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രസവിച്ച് കിടക്കുകയാണോ. ഞാൻ പ്രസവിച്ചിട്ട് ഒരു വർഷം ആയിട്ടുണ്ട്. അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ എനിക്ക് രണ്ടാമത്തെ കുട്ടി ഉണ്ടായത് 10 വർഷം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പാലുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് തന്നെ കുട്ടിക്ക് പൊടിപ്പാലാണ് കൊടുത്തിരുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഓരോ സാധനങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കേട്ടോ പാലൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയത്. പിന്നെ അങ്ങനെ പൊടിപ്പാലിൻ്റെ അളവ് കുറച്ചിട്ട് പറ്റേ നിർത്തുകയാണ് ചെയ്തിരുന്നത്. അന്ന് എനിക്ക് ഓരോരുത്തർ ഇങ്ങനെ നമ്മൾ കുട്ടീനെ കാണാനായിട്ട് വരുമ്പോൾ ഓരോരുത്തർ ഓരോ റെസിപ്പി ഇങ്ങനെ പറഞ്ഞുതരും. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിൽ ഏറ്റവും ഫലം കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ആ റെസിപ്പിയോട്
എനിക്ക് നല്ലൊരു പണിയും കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, നല്ല പോലെ തന്നെ തടിക്കൂട്ട. അപ്പം ഞാൻ റെസിപ്പി ആദ്യം തന്നെ പറഞ്ഞുതരാം, ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെയും പറയാം. ഓരോ കിലോ വീതം വറുക്കടല, അണ്ടിപ്പരപ്പ്, ബദാം, 1/2 കിലോ എള്ള്, 2 കിലോ സാധാരണ ചോറ് വെക്കുന്ന അരി. 2 കിലോ എടുക്കണം എന്നില്ല, ഞാൻ 2 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. 1 കിലോ എടുത്താലും മതി. അതുപോലെ തന്നെ 2-3-4 തേങ്ങ വേണം, ശർക്കരയും വേണം. ഓരോന്നും സെപ്പറേറ്റ് വറുത്തിട്ട് പൊടിക്കുക. ഒന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ ഒരു 5 കിലോനൊക്കെ എന്തായാലും ഉണ്ടാവും സാധനം. നിങ്ങൾക്ക് അളവ് കുറക്കുന്നുണ്ടെങ്കിൽ 1/2 കിലോ വീതം ഓരോന്ന് എടുത്താൽ മതി. ശർക്കരയും തേങ്ങ ഒന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും. ഞാൻ തേങ്ങ വറുത്തത് വേറൊരു കുപ്പിയിലും ശർക്കര പാനിയാക്കിയിട്ട് വേറെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പൊടി ഞാൻ പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കഴിക്കും. കച്ചറുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ശർക്കര പാനി ആക്കിയത്. കച്ചറ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് നേരെ അതിൽ ചേർത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തടിച്ചാലും വേണ്ടില്ല, കുട്ടിക്ക് പാലുണ്ടായാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിച്ചോളൂ കേട്ടോ. നല്ല സാധനമാണ്, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പ്രസവിച്ച് ഒരാഴ്ച ആയപ്പോൾ തന്നെ ഞാൻ അത് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാലുണ്ടാവലും തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ പൊടിപ്പാൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതൊരു 3 പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുമ്പോൾ 5 കിലോന് ഉണ്ടാവും. നമ്മൾ ഒന്നായിട്ട് ഉണ്ടാക്കിയിട്ട് തൂക്കി നോക്കുമ്പോൾ 5 കിലോ ഉണ്ടാവും. അങ്ങനെ ഞാൻ 15 കിലോ പോരം കഴിച്ചിട്ടുണ്ട്. 6 മാസം പോലെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് പ്രസവിക്കുന്ന സമയത്ത് ഞാനൊരു 60 കിലോനെ ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ തൂക്കി നോക്കിയപ്പോൾ 85 കിലോ ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പണി. പിന്നെ അതിങ്ങനെ കുട്ടിക്ക് 2 വയസ്സൊക്കെ ആയി പാലുകൂടിയൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞാനിതിങ്ങനെ തടി കുറച്ച് വരികയായിരുന്നു. ഒരു 70 കിലോനായപ്പോൾ തന്നെ 3ാമതും ഗർഭിണിയായി. ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് 40 ആയപ്പോൾ തന്നെ 84 കിലോന് വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതും കൂടി ഉണ്ടാക്കി തിന്നാണെന്നുണ്ടെങ്കിൽ 90-100 ആവുമെന്ന് പേടിച്ചിട്ടാണ്. തടി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ഉണ്ടാക്കി തിന്നുമായിരുന്നു. അത്രക്കും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തടി ഇല്ലാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി തിന്നോളി. തിന്നണീന് അളവും കാര്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തിന്നാം. ഞാൻ ഉലുവാക്കഞ്ഞി കുടിക്കുന്ന സമയം വൈകുന്നേരം മാത്രമേ തിന്നിട്ടുള്ളായിരുന്നു. പിന്നെ ഉലുവാക്കഞ്ഞി നിർത്തിയതിന് ശേഷം ഞാൻ 10 മണി 11 മണിൻ്റെ സമയത്തും തിന്നും. അതേപോലെ തന്നെ വൈകുന്നേരം ചായൻ്റെ കൂടെയും തിന്നും. ഇനിയിപ്പോൾ ഇതാ ഉച്ചത്തേക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് ബിരിയാണിയാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പെട്ടെന്ന് വേകുന്ന അരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറ്. എപ്പോഴെങ്കിലൊക്കെയാണ് ബിരിയാണിൻ്റെ അരിയൊക്കെ വാങ്ങാറുള്ളൂ. ചോറ് കുക്കറിൽ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ടെടുക്കും. ബീഫ് പിന്നെ വെള്ളമില്ലാതെ വേവിച്ചിട്ടെടുക്കും. എന്നിട്ട് രണ്ടും കൂടിയാണ് മിക്സ് ആക്കി വെക്കും. 1-2 ആൾക്കാർ ഇക്കാൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക ആദ്യം പ്രവാസിയായിരുന്നു. ഇപ്പോൾ 4 കൊല്ലമായിട്ട് നാട്ടിൽ തന്നെയാണ്. ഇവിടെ വെൽഡിങ്ങിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ പണി ചെയ്യൂട്ടോ. പിന്നെ എത്ര കുട്ടികളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 കുട്ടികളാണ്. മൂത്തത് മോനാണ്, 15 വയസ്സായി. രണ്ടാമത്തതിന് 4 വയസ്സായി. മൂന്നാമത്തും പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ 3ാമത്തേന് 1 വയസ്സായി. പിന്നെ കുറേ പേര് എൻ്റെ വീട് എവിടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വേങ്ങരയാണ്. എൻ്റെ സ്വന്തം വീട് കൊടിഞ്ഞിയിലാണ് കേട്ടോ, മലപ്പുറം ജില്ലയിലാണ്. ഇനി വേങ്ങര എവിടെയാണ് കൊടിഞ്ഞിയിൽ എവിടെയാണെന്ന് ദയവായി ചോദിക്കരുത്. എനിക്കത് പറഞ്ഞുതരാൻ പ്രയാസമുണ്ട് കേട്ടോ. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആരും അറിയില്ല. എൻ്റെ ഹസ്ബൻഡും മക്കളും മാത്രം അറിയുള്ളൂ കേട്ടോ. എൻ്റെ സ്വന്തം വീട്ടിൽ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ അയൽവാസികൾ ആരും അറിയില്ല കേട്ടോ. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വരുമാനം ഹറാമാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ യൂട്യൂബ് വരുമാനം ഹറാമാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടെ അറിവുള്ള ഉസ്താദുമാർ ഒരിക്കലും യൂട്യൂബ് ചാനൽ എത്തിയിരിക്കില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടം പിടിച്ചൊരു സാധനം തന്നെയാണ്. പക്ഷേ അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയാൽ അതൊരിക്കലും ഹറാമാവില്ല. ഇപ്പം നമ്മോട് മുത്തനബി പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങളുടെ അറിവ് സമ്പാദിക്കാൻ. അതെന്ന് പറഞ്ഞാൽ അത്രയും ദൂരത്താണെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് ആ അറിവ് സമ്പാദിക്കണം എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം, ചീത്തതിന് വേണ്ടിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് ഹറാമാവുകയും ചെയ്യും. ഞാനിവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം പോലും കാണിക്കുന്നില്ല, എൻ്റെ ഔറത്ത് കാണിക്കുന്നില്ല. എന്താ പറയുക, ഞാനൊരു ആകർഷണം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്തിട്ടോ ഒന്നും തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നില്ല. നല്ല കാര്യം മാത്രം പറയുന്നുള്ളൂ. ഒരാളെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. എൻ്റെ കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയാൽ അത് എൻ്റെ ചാനലിൽ വന്ന് പറയും. അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ ഒരാളെ വിമർശിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്തിട്ട് ഒരിക്കലും ഞാൻ ഇതിൽ പ്രത്യക്ഷപ്പെടില്ല. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഹറാമാണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയിൽ ഉസ്താദുമാർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലിങ്ക് ഒന്ന് കമൻറ്റായിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ പേര് പറഞ്ഞെന്നാലും മതി, ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടോളാം കേട്ടോ. അങ്ങനെ ഹറാമാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പോകും. എനിക്കങ്ങനെ ഹറാമായിട്ടുള്ള ഒരു വരുമാനം വേണ്ട കേട്ടോ. പിന്നെ ഒരു വേറെ കമൻറ്റ് ഉണ്ടായിരുന്നു, അവരനുഭവം പറഞ്ഞാൽ കേട്ടോ. അവരിങ്ങനെ റെസ്റ്റ് എടുക്കാതെ പണിയെടുത്തപ്പോൾ അവർക്ക് പിന്നെ ഊരവേദന വന്നു എന്ന്. അതിപ്പോൾ ഊരവേദന നമ്മൾ എത്ര റെസ്റ്റ് എടുത്താലും ഊരവേദന വരും കേട്ടോ. ഞാൻ എൻ്റെ ഫസ്റ്റത്തെ പ്രസവത്തിന് 40 ദിവസം പൈസ കൊടുത്ത് ആളെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 90 കഴിഞ്ഞിട്ടൊക്കെയാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയത്. എന്നിട്ട് പോലും എനിക്ക് ഊരവേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഞാൻ ആളെ നിർത്താതെ നിന്നിട്ടും എനിക്ക് വലിയ ഊരവേദന ഉണ്ടായിട്ടില്ല. അതിൻ്റെ മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നമുക്ക് പഴയ ശരീരമായിരിക്കില്ലല്ലോ, വ്യത്യാസം വന്നില്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള അസുഖം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കുനിയാത്ത പണിയെടുക്കുക, അതൊക്കെ തന്നെ വഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബ്രഷ് ആയിട്ടാണ് അടിച്ചുള്ളത്, കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഊരവേദനയുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ കുനിഞ്ഞിട്ട് ചൂല്
നൂലിട്ട് അടിച്ചതിന് പകരം ഇങ്ങനത്തെ ഒരു ബ്രഷ് വാങ്ങി അടിച്ചു തരാൽ ആ പ്രശ്നം പരിഹരിക്കുക. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഊരവേദന ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ കൂടുതൽ സമയം നിന്നിട്ട് ജോലി എടുക്കുകയാണെങ്കിലും ഇപ്പോൾ മുറ്റൊക്കെ നമ്മൾ ചുറ്റോടിയിട്ട് അടിച്ച് വരാണെന്നുണ്ടെങ്കിലും ചെറുങ്ങനെ ഊരവേദന വരാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലേ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പറിച്ചെടുത്ത ഉക്സാളുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട. ഒരു 5 രൂപയുടെ സൂപ്പർ ഗ്ലൂ ആയിട്ട് ഒട്ടിച്ചെടുത്താൽ നമുക്കിതാ ചൂല് മുറം മഫൊക്കെ തൂക്കിയെടുക്കാനായിട്ട് പറ്റും. ഞങ്ങൾക്ക് പുറത്തേക്ക് ഒരു കൊട്ടത്താളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. പറിച്ചെടുക്കുന്ന സമയത്ത് വൃത്തികേടായാലും ആരും കാണൂല കേട്ടോ പുറത്തായതുകൊണ്ട്. പിന്നെ ഒട്ടിക്കുന്ന സമയത്ത് ടൈൽസും ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചുമരുമ്മലാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഇളകി പോരും. ഈ കൊട്ടത്താളത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാത്രമൊക്കെ മോറാറ്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ എങ്ങനെയാണ് കുളിപ്പിക്കൽ എന്നുള്ളത്. അപ്പോൾ കുട്ടിക്ക് 1 മാസം അതിന് ശേഷമാണ് കുളിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ കൊട്ടത്താളത്തിൽ നല്ലപോലെ തന്നെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിടും. എന്നിട്ട് നമ്മൾ ഈ ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ, മേൽഭാഗത്ത് വെൽവെറ്റ് ഉണ്ടാവും, അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടാവും. ആ ഷീറ്റ് ഇവിടെ വിരിച്ചിട്ട് എൻ്റെ കൈത്തണ്ടമ്മൽ ഇങ്ങനെ കുട്ടീനെ കമ്മിറ്റി കിടത്തും. എന്നിട്ടാണ് ഞാൻ കുളിപ്പിക്കാറ്. അങ്ങനെ ആകുമ്പോൾ ചെവിയിലൊന്നും വെള്ളം കയറില്ല. കുട്ടിക്ക് ഞാനങ്ങനെ പ്രത്യേകമായിട്ട് സോപ്പോ ബേബി സോപ്പ് പൗഡർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ മാമ എർത്തിൻ്റെ ക്രീമും ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു. അത് 3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ. ഈ ബോട്ടിൽ കഴിഞ്ഞതിന് ശേഷം വാങ്ങിയിട്ടില്ല. ഇതെല്ലാം കൂടി വാങ്ങിക്കുമ്പോൾ ഒരു 600-700 രൂപ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൂട്ടിയാൽ കൂടുന്ന ഒരു സംഭവമല്ല. ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് കുറച്ച് പൈസ ഉണ്ടായപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയതാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ വാസന നല്ലൊരു വാസനയാണ്. തേച്ച് കൊടുത്തതിന് ശേഷം കുട്ടീനെ അങ്ങനെ ഉമ്മ വെക്കുന്ന സമയത്ത് നല്ലൊരു മണമാണ്. അൽഹംദുലില്ലാ മക്കൾ ചോറൊക്കെ നല്ലപോലെ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് പൊരിക്കടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ മോൻ വന്നുകൊണ്ട് ഏതായാലും ഒന്ന് പഴംപൊരി ഉണ്ടാക്കും. ഇക്കാക്കും മോൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പഴംപൊരി. പിന്നെ മോനക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കൂട്ടിയിട്ടുള്ള പഴംപൊരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. മോനക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുളകും പൊടിയൊക്കെ കൂട്ടിയിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ആ പാവത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴായിട്ട് കിട്ടുള്ളൂ. അവിടെ ദറസിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഓരോരുത്തർ സംഭാവനയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങി കൊടുക്കുക ചെയ്യട്ടോ. മുട്ട പെപ്സ് അങ്ങനത്തെ കട്ട്ലറ്റ് സമൂസ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുക്കും. പക്ഷേ അതൊക്കെ ഓരോന്നും ഉണ്ടാവുള്ളൂ കേട്ടോ. അവർക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ മാത്രമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലല്ലേ അവർക്ക് കിട്ടുള്ളൂ. അതിൽ 1-2 ഞാനും തിന്നിട്ടുണ്ട് കേട്ടോ. കുറേ കാലമായില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നിട്ട്. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കി ചെയ്തിട്ടോ. ഈ മക്കൾക്കൊന്നും ക്യാരറ്റ് ജ്യൂസ് പറ്റൂല. അവർക്ക് ഞാൻ എന്ത് കാട്ടിയെന്ന് വെച്ചാൽ ഐസ് ഉണ്ടാക്കി കൊടുത്തിട്ടോ. ക്യാരറ്റ് ജ്യൂസ് കൊണ്ട് ഞാൻ ജ്യൂസാക്കി കുടിച്ചു, അവർക്ക് ഐസാക്കി കൊടുത്തു. ഐസ് ഇനിയിപ്പോൾ ഏത് മാങ്ങണ്ടി വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ഇഷ്ടത്തോടെ തിന്നു കേട്ടോ അവർ. പിന്നെ ഒരു 9 മണി 10 മണിയൊക്കെ ആവുന്ന സമയത്ത് ഫുഡ് കഴിക്കും കേട്ടോ. ചപ്പാത്തി കഴിക്കും, ചിലപ്പം കുറച്ച് ചോറൊക്കെ കഴിക്കും. പിന്നെ കഞ്ഞിയൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ആ സമയത്തും കുടിക്കുക. പിന്നെ കിടന്നുറങ്ങാൻ സമയത്ത് ഒരു ഗ്ലാസ് പശുപാലും കൂടി കുടിച്ചിട്ട് കിടന്നു. പശുപാൽ ഞാനൊരു 3 മാസമൊക്കെ തുടർച്ചയായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്ത് യൂട്യൂബ് വീഡിയോ ഹറാമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവായിട്ട് ഏതെങ്കിലും വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.